ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അമ്മമ്മേനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് എൻ്റെ അമ്മമ്മ. പേര് കാർത്തികേയനി എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ നമ്മളെ വീട്ടിലല്ല, അമ്മമ്മ മാമൻ്റെ വീട്ടിലാണ്, എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനിന്ന് അമ്മമ്മേനായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മമ്മയുടെ അടുത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്ക് കാലുവേദനയൊക്കെ പറയുന്നുണ്ട്, പിന്നെ വയറുവേദന ഉണ്ട്. അപ്പോൾ അമ്മേനൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അമല ഹോസ്പിറ്റലിലേക്കാണ് പോണത്, തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വണ്ടിയിലാണ് പോയത്. അമ്മമ്മ ഭയങ്കര സ്നേഹം കേട്ടോ, ഭയങ്കര സ്നേഹമാണ് അമ്മമ്മ. നല്ല രസം, എന്നിട്ട് നല്ല കമ്പനിയാണ്. എപ്പോഴും അമ്മമ്മ ഇങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ തന്നിട്ടും അങ്ങനെ ഭയങ്കര സ്നേഹമാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അമ്മമ്മ ഇല്ല. അമ്മമ്മയുടെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇതിപ്പോൾ രതീഷേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മമ്മയാണ് കേട്ടോ. പക്ഷേ നല്ല കമ്പനിയാണ് കേട്ടോ അമ്മമ്മ, നല്ല സ്നേഹമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും അമ്മമ്മേനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അമ്മമ്മയ്ക്ക് പക്ഷേ അമ്മമ്മയുടെ വീട്ടിൽ നിൽക്കണം എപ്പോഴും ഇഷ്ടം. അമ്മമ്മയ്ക്ക് ഇപ്പോൾ മകളുടെ വീട്ടിൽ വന്ന് നിൽക്കില്ലല്ലോ. അപ്പോൾ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പോയതാണ്. അങ്ങനെ രാവിലെ 6 മണിയാകുമ്പോഴേക്കും ചെന്നപ്പോഴേക്കും അമ്മമ്മ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മമ്മയുണ്ട്, മാമനുണ്ട്, മേമയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോണത്. അങ്ങനെ എൻ്റെ കാറിലാണ് പോയത്. 6 മണിയാകുമ്പോഴേക്കും പോയി. അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 6 മണി ആയതുകൊണ്ട് തന്നെ റൂട്ടിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോവുകയാണ്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി അവിടെ എത്തുമ്പോഴേക്കും. പിന്നെ വണ്ടി ഓടിക്കൽ എൻ്റെ ഒരു ക്രേസാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ് എനിക്ക് വണ്ടി ഓടിക്കുന്നത്. ഒരു പാഷൻ എന്നൊക്കെ പറയില്ലേ, എത്ര വേണമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്യും. അപ്പോൾ മാമനും ഉണ്ട്, മേമയുണ്ട്, ഇതുണ്ട്. അവിടെ എത്തുന്ന വരെയും തിരിച്ചും ഞാൻ തന്നെ വണ്ടി ഓടിച്ചത്. എനിക്കൊരു ഏകദേശം ഒരു 5 വർഷമായി ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട്. ഭൂരിഭാഗം എല്ലാ സ്ഥലങ്ങളിലേക്കും ഡ്രൈവ് ചെയ്ത് പോകാറുണ്ട്. ഡ്രൈവിങ് എനിക്ക് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് ഡ്രൈവിങ്. അതുകൊണ്ട് തന്നെ ഒരു വണ്ടി ഓടിക്കുന്നതുകൊണ്ടൊരു ഇതൊന്നുമില്ല, ദേഷ്യമൊന്നുമില്ല. ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തി, ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ എത്തി വഴിക്ക് തന്നെ മറ്റാൾ അമ്മമ്മ എന്ത് പണി ചെയ്തു, അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരായിട്ടൊക്കെ പരിചയപ്പെടാൻ നിന്നു. മൂപ്പര് ഭയങ്കര സംസാരം. അങ്ങനെ ഒരു ചായക്കാരൻ വന്നു കേട്ടോ. അപ്പം അമ്മമ്മ ഭക്ഷണം കഴിക്കണതാണ്, നല്ല രസമാട്ടോ, പല്ലില്ലല്ലോ. അപ്പോൾ അമ്മമ്മയ്ക്ക് ഒരു പഴംപൊരി വാങ്ങി കൊടുത്ത്, എന്നിട്ട് അമ്മമ്മേനെ ഇങ്ങനെ നോക്കിയിരുന്ന്. അമ്മമ്മേനെ കണ്ട എന്ത് രസമാണെന്നറിയോ, പഴംപൊരി തിന്നണതാണ്, നല്ല രസമാണ് അമ്മമ്മ എന്തെങ്കിലും കഴിക്കണ കാണാനും അമ്മമ്മയുടെ ചിരിയും. എപ്പോഴും ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അമ്മമ്മേനെ കളിയാക്കൂട്ടാ. അമ്മമ്മ എന്ത് സുന്ദരിയാന്നൊക്കെ പറയാം അമ്മമ്മോടെ. അപ്പോൾ എന്നോട് പറയും, ഇപ്പോഴല്ല, ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ നല്ല സുന്ദരിയായിരുന്നു എന്നൊക്കെ പറയാം അമ്മമ്മ. ഭയങ്കര രസമാണ്. കഥ പറഞ്ഞിരിക്കുക, ഒരുപാട് കഥയൊക്കെ പറഞ്ഞു തരും, പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. ഞാൻ ആശുപത്രിയിൽ നിന്ന് സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മമ്മയുടെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയട്ടാ. അമ്മമ്മോട് ഈ ഫോട്ടോ എടുക്കണ പോലെ കാണിച്ചിട്ട് അമ്മമ്മ പല്ല് കാണിച്ച് ചിരിച്ചെന്നൊക്കെ പറയും. അപ്പോൾ അമ്മമ്മയ്ക്ക് ദേഷ്യം വരും കേട്ടോ. എന്താണ് മോളെ ഈ പറയണത്, പല്ല് കാണിക്കാൻ, എനിക്ക് പല്ലുണ്ടാ എന്നൊക്കെ പറയും. ഇങ്ങനെ ഓരോ തമാശയും കഥകളും ഒക്കെ ഭയങ്കര രസമാണ് അമ്മമ്മ. എപ്പോഴും ഇങ്ങനെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ, അമ്മയുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകണ അറിയില്ല. എനിക്ക് പൊതുവേ പ്രായമായ ആൾക്കാരായിട്ട് ഭയങ്കര ഇഷ്ടം. പിന്നെ അമ്മമ്മയുടെ കമ്മൽ ഇങ്ങനെ പഴയ ആളല്ലേ, അപ്പോൾ കമ്മലൊക്കെ ഊരി, കമ്മലൊന്നും ഇടാൻ വയ്യ. അപ്പോൾ ഞാൻ പറയും, അമ്മമ്മ സുന്ദരിയല്ല ഇട്ടപ്പോൾ കമ്മലിടാത്ത കാരണം എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയും അമ്മമ്മ. നല്ല രസമാണ്, നല്ല സ്നേഹമാണ്. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ച് പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച്. വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയതിട്ട്. അമ്മമ്മ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ, മീനൊന്നും അങ്ങനെ കഴിക്കില്ല, പിന്നെ നെയ്യുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് അമ്മമ്മേനായിട്ടുള്ളൊരു ദിവസം അടിച്ചു പൊളിച്ചിട്ട് പോന്നു. അങ്ങനെ അടുത്ത ദിവസം ഇനി വേറെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ അമ്മമ്മേനെ കണ്ടല്ലോ. ഓക്കെ, ടാറ്റാ, ബൈ.